മിനി സാൻഡ ഹാറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് വേണ്ടത് 3mm ഹുക്കാണ്. റെഡ് കളർ റയാണും വൈറ്റ് യാണും. ഫസ്റ്റ് ചെയ്യേണ്ടത് മാജിക് സർക്കിൾ ചെയ്ത് കഴിഞ്ഞിട്ട് 2 ചെയിൻ ചെയ്യാം. 1 2. അടുത്തതായിട്ട് ചെയ്യേണ്ടത് മാജിക് സർക്കിളിൻ്റെ ഉള്ളിൽ 6 ഡബിൾ ക്രോഷയാണ്. 6 ഡബിൾ ക്രോഷ്യ നമുക്ക് ചെയ്തെടുക്കാം. സിക്സ് ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് ചെയ്യേണ്ടത് സ്ലിപ്പ് സ്റ്റിച്ച്. 6 ഡബിൾ ക്രോഷ്യയുടെ അവിടെ ഫസ്റ്റത്തെ ഡബിൾ ക്രോഷ്യയുടെ അവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ റൗണ്ടാണ്. രണ്ടാമത്തെ റൗണ്ടിൽ ചെയ്യേണ്ടത് 2 ചെയിൻ ചെയ്യുക. 2 ചെയിൻ ചെയ്തതിന് നെക്സ്റ്റ് ചെയിനിൽ 1 ഡബിൾ ക്രോഷ്യ ചെയ്യുക. നെക്സ്റ്റ് ചെയിനിൽ 2 ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്യുക. 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. നെക്സ്റ്റ് ചെയിനിൽ 1 ഡബിൾ ക്രോഷ്യ, അടുത്ത നെക്സ്റ്റ് ചെയിനിൽ 2 ഡബിൾ ക്രോഷ്യ. അങ്ങനെ ഈ രണ്ടാമത്തെ റൗണ്ട് ഈ പാറ്റേൺ ആണ് വരുന്നത്. ഈ രണ്ടാമത്തെ റൗണ്ട് ഫുള്ളായിട്ടും 1:2 എന്ന റേഷ്യോയിൽ ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഫസ്റ്റിൽ 1 ഡബിൾ ക്രോഷ്യ, രണ്ടാമത്തെ ചെയിനിൽ 2 ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്യാം. അങ്ങനെ ഈ രണ്ടാമത്തെ റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ റൗണ്ട് 9 സ്റ്റിച്ചുകളാണ് വരുന്നത്. 9 ടോട്ടലായിട്ട് 9 സ്റ്റിച്ചുകളാണ് വരുന്നത്. കൗണ്ട് ചെയ്ത് തന്നെ പോവുക. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. കൗണ്ട് ചെയ്ത് തന്നെ ചെയ്യാം. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റായി. ഇനി സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് അടുത്ത റൗണ്ട് ചെയ്യാം. മൂന്നാമത്തെ റൗണ്ടിൽ ഫസ്റ്റ് 2 ചെയിൻ ചെയ്യുക. അടുത്തത് നെക്സ്റ്റ് ചെയിനിൽ 1 ഡബിൾ ക്രോഷ്യ ചെയ്യുക. അടുത്ത നെക്സ്റ്റ് ചെയിനിൽ 1 ഡബിൾ ക്രോഷ്യ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ചെയിനിൽ 2 ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്യാം. ഈ മൂന്നാമത്തെ റൗണ്ടിൽ 12 സ്റ്റിച്ചസുകളാണ് വരുന്നത്. 12 എണ്ണം. കൗണ്ട് ചെയ്ത് പോകാം. ഈ റൗണ്ട് ഫുള്ളായിട്ട് നമുക്ക് ചെയ്യേണ്ടത് 1 ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റ് ചെയിനിൽ 2 ഡബിൾ ക്രോഷ്യ. അങ്ങനെയാണ് ഈ റൗണ്ട് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കേണ്ടത്. 1:1:2 എന്ന റേഷ്യോയിൽ ഈ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ റൗണ്ട് ചെയ്തെടുക്കാം. മൊത്തമായിട്ട് 12 സ്റ്റിച്ചുകളാണ് വേണ്ടത്. അങ്ങനെ മൂന്നാമത്തെ റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാം. മൂന്നാമത്തെ റൗണ്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് സ്ലിപ്പ് സ്റ്റിച്ചാണ്. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തേക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് നാലാമത്തെ റൗണ്ടും ചെയ്യാം. നാലാമത്തെ റൗണ്ടിൽ 2 ചെയിൻ ചെയ്യുക. 2 ചെയിൻ ചെയ്തതിന് ശേഷം 1 ഡബിൾ ക്രോഷ്യ ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ 1 ഡബിൾ ക്രോഷ്യ ചെയ്യാം. അടുത്ത നെക്സ്റ്റ് ചെയിനിൽ 1 ഡബിൾ ക്രോഷ്യ ചെയ്യാം. അതിൻ്റെ അടുത്ത ചെയിനിൽ നമുക്ക് ചെയ്യേണ്ടത് 2 ഡബിൾ ക്രോഷ്യ. നാലാമത്തെ റൗണ്ട് വരുന്നത് 1 ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് ചെയിനിൽ വരുന്നത് 2 ഡബിൾ ക്രോഷ്യ. അങ്ങനെ ഈ റൗണ്ട് വരുന്നത് 1:1:1:2 എന്ന പാറ്റേണിലാണ് വരുന്നത്. ഈ നാലാമത്തെ റൗണ്ടിൽ വരുന്നത് 15 സ്റ്റിച്ചുകളാണ് ഈ റൗണ്ട് ഫുള്ളായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. 15 സ്റ്റിച്ചുകളാണ് ഈ റൗണ്ട് ഫുള്ളായിട്ട് വരുന്നത്. 1:1:2 എന്ന പാറ്റേൺ കണ്ടിന്യൂ ആയിട്ട് നമുക്ക് ചെയ്യാം. നാലാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഇനി അടുത്തത് അഞ്ചാമത്തെ റൗണ്ടാണ്. അഞ്ചാമത്തെ റൗണ്ടിൽ ഫസ്റ്റ് നമുക്ക് 2 ചെയിൻ ചെയ്യാം. അടുത്ത ചെയിനിൽ 1 ഡബിൾ ക്രോഷ്യ, അടുത്ത നെക്സ്റ്റ് ചെയിനിൽ 1 ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റ് ചെയിനിൽ
2 ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്യാം. ഇതിൻ്റെ പാറ്റേൺ വരണത് 1:2 1:2 എന്നാണ്. ഈ 5th റൗണ്ട് നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുക്കേണ്ടത് 1:2 1:2. അതായത് 1 ഡബിൾ ക്രോഷ്യ 1 ഡബിൾ ക്രോഷ്യ 2 ഡബിൾ ക്രോഷ്യ വെച്ച് ടോട്ടലായിട്ട് വരുന്നത് 21 സ്റ്റിച്ചുകളാണ്. ഈ 5th റൗണ്ട് നമുക്ക് ഫുള്ളായിട്ട് ഈ ഒരു പാറ്റേണിൽ കണ്ടിന്യൂ ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് 1 ഡബിൾ ക്രോഷ്യ, പിന്നത്തെ ചെയിനിൽ 1 ഡബിൾ ക്രോഷ്യ, പിന്നത്തെ ചെയിനിൽ 2 ഡബിൾ ക്രോഷ്യ. അങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇത് കൗണ്ട് ചെയ്ത് തന്നെ നമുക്ക് സ്റ്റിച്ചുകൾ ചെയ്ത് നോക്കാം. 21 സ്റ്റിച്ചുകൾ ഈ റൗണ്ട് വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കി കറക്റ്റായിട്ട് എണ്ണി തന്നെ പോവാം. അങ്ങനെ ഈ റൗണ്ട് നമുക്ക് ചെയ്തെടുക്കാം. ഈ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. 21 ചെയിൻ ചെയ്തതിന് ശേഷം നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഈ യാൺ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി അടുത്ത കളറാണ് നമുക്ക് ചെയ്യേണ്ടത്. അടുത്തത് വൈറ്റ് കളർ നമുക്ക് ചെയ്യാം. അതിനായിട്ട് 2 ചെയിൻ ചെയ്യുക. ഇതാണ് ലാസ്റ്റത്തെ റൗണ്ടാണിത്. 2 ചെയിൻ ചെയ്തതിന് ശേഷം അടുത്തതിൽ 1 ഡബിൾ ക്രോഷ്യ ചെയ്യുക. നെക്സ്റ്റ് ചെയിനിൽ 1 ഡബിൾ ക്രോഷ്യ ചെയ്യാം. നെക്സ്റ്റിൽ 1 ഡബിൾ ക്രോഷ്യ ചെയ്യാം. നെക്സ്റ്റിൽ 1 ഡബിൾ ക്രോഷ്യ. അങ്ങനെ അടുത്ത് വരുന്ന 6 ഡബിൾ ക്രോഷ്യ ചെയ്യാം. അടുത്ത നെക്സ്റ്റ് ചെയിനുകളിൽ 1 ഡബിൾ ക്രോഷ്യ വെച്ച് 6 എണ്ണം ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത 7ാമത്തെ ചെയിൻ ചെയ്യേണ്ടത് 2 ഡബിൾ ക്രോഷ്യ. 7ാമത്തെ ചെയിൻ ചെയ്യേണ്ടത് 2 ഡബിൾ ക്രോഷ്യ കഴിയുക. അത് കഴിഞ്ഞിട്ട് 1 ഡബിൾ ക്രോഷ്യ 1 ഡബിൾ ക്രോഷ്യ 1 ഡബിൾ ക്രോഷ്യ. അങ്ങനെ 6 ഡബിൾ ക്രോഷ്യ ചെയ്യാം. 7ാമത്തെ ചെയിനിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യാം. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് വേണ്ടത് 24 സ്റ്റിച്ചുകളാണ് വരേണ്ടത്. ഈ റൗണ്ട് നമുക്ക് ഫുള്ളായിട്ട് 24 സ്റ്റിച്ചുകൾ ചെയ്തെടുക്കാം.